ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ബഹ്റൈനിൽ പ്രൗഢമായ തുടക്കം. ബഹ്റൈൻ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന സീനിയർ അത്ലറ്റുകൾക്കായുള്ള ആഗോളതല ഒളിമ്പിക് കായിക ചാമ്പ്യൻഷിപ്പാണ് ഇത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ബഹ്റൈനിൽ തുടക്കമായി. 114 രാജ്യങ്ങളിൽ നിന്ന് 1000-ഓളം അത്ലറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് ബഹ്റൈൻ ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ബഹ്റൈൻ നാഷണൽ തിയേറ്ററിന് സമീപത്തെ മൈതാനത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഡിസംബർ 6-ന് ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് ഈ മാസം 15-ന് സമാപിക്കും. മാനുഷിക യുവജന കാര്യങ്ങൾക്കുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. 114 രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം താരങ്ങളാണ് വിവിധ കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. അന്താരാഷ്ട്ര വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയും ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷനും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഇവന്റിലേക്കുള്ള പ്രവേശനം പൊതുജനങ്ങൾക്ക് സൗജന്യമാണ്. എങ്കിലും തിരക്ക് നിയന്ത്രിക്കാനായി ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായും നേരിട്ട് വേദിയിലെ കൗണ്ടറുമായി ബന്ധപ്പെട്ടും സൗജന്യമായി ടിക്കറ്റ് സ്വന്തമാക്കാം. വിഷൻ 2030-അനുസൃതമായി അന്താരാഷ്ട്ര കായിക വിനോദങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈൻ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ ലോക ഹൈഡൈവിംഗ് ചാമ്പ്യൻഷിപ്പിനും ബഹ്റൈൻ ആതിഥേയത്വം വഹിച്ചിരുന്നു. 2025-ൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിനും ബഹ്റൈനാണ് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.